വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം, ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. എന്ത് സംഭവിക്കും ലോകത്ത്? അല്ല, ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടിപ്പിംഗ് പോയിന്റ്, രണ്ടിലൊന്നിലോട്ട് യുദ്ധം ചായണമെങ്കിൽ അത് ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിൽ ചായം ഇല്ലെന്നുണ്ടെങ്കിൽ നീണ്ടുപോകും. അതായത് ഒന്ന്, ഇതിന്റെ ഒരു റിറ്റാലിയേഷൻ ഇറാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അമേരിക്ക അറ്റാക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ട്രൂപ്പുകളുണ്ട്. ഇപ്പം ഖത്തറിലും ബഹ്റിനിലും കുവൈറ്റിലും സൗദിയിലും ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്കയ്ക്ക് ട്രൂപ്പുകളുണ്ട്, അതിന് അസറ്റ്സും ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഇറാൻ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഈ വാറിലോട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. കൊണ്ട് ഇറാൻ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാണ് ഇറാനെ സഹായിക്കാൻ എത്തുക? ഹൂത്തികളും ഹെസ്ബുള്ളയുടെ ഒക്കെ കാര്യം നമ്മൾ കുറെ മാസങ്ങളായിട്ട് പറഞ്ഞെങ്കിലും ഹെസ്ബുള്ളയൊക്കെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള വാറിൽ അത്യാവശ്യം വീക്കെൻഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹൂത്തികൾക്കും ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. മറ്റ് രാജ്യങ്ങളെടുത്താൽ പോലും ഇപ്പം റഷ്യയും ചൈനയുമാണ് എല്ലാവരും പറയുന്നത് ഒരു പക്ഷേ ഇവരുടെ രക്ഷയ്ക്ക് എത്തും എന്ന് പറയുന്ന രാജ്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ 2 രാജ്യങ്ങളെടുത്ത് അസസ് ചെയ്താൽ, ചൈനയെ കഴിഞ്ഞ റീസെന്റ് വാർ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിലും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ചൈനയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പലസ്തീന് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുത്തു. റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യയെ ഫിനാൻഷ്യലി സഹായിക്കുന്ന രീതിയിൽ ഓയിൽ മേടിച്ചു, ട്രേഡ് വർദ്ധിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഡയറക്റ്റ് അല്ലെങ്കിൽ പുറകിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെന്റ് ഇവിടെയും ചൈനയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. റഷ്യ എടുത്തു കഴിഞ്ഞാൽ റഷ്യക്ക് 3 ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് പ്ലേ ഔട്ട് ചെയ്യും. 1, അമേരിക്ക എന്ന വലിയ രാജ്യത്തോടുള്ള ഭയം. 2, അവർ തന്നെ ഇപ്പൊ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വീക്കെൻഡ് ആയിട്ട് നിൽക്കുന്നു. അവർക്ക് അവരുടെ എക്യുപ്മെന്റ് ആവശ്യമുണ്ട്, മിലിറ്ററി ആവശ്യമുണ്ട്. എല്ലാ രീതിയിലുള്ള സഹായം സ്വന്തം രാജ്യത്തോട്ട് ചാനൽ ചെയ്യാൻ നോക്കി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇറാനെ പോലൊരു രാജ്യത്തെ, അതും അമേരിക്ക എതിർക്കുന്ന ഒരു രാജ്യത്തെ എതിർക്കാൻ അവരും മടി കാണിക്കും. സോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇറാൻ ഇപ്പോഴുള്ള ഏറ്റവും 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഇതിനെ റിറ്റാലിയേഷൻ, ആത്മാഭിമാനമുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് റിറ്റാലിയേഷൻ ആയിട്ട് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം അറ്റാക്ക് ചെയ്യുക, ലിമിറ്റഡ് അറ്റാക്സ് തുടർന്നുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷനുള്ള, ഒന്നെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലോ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലോ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്ത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനുള്ള കാര്യങ്ങൾ വെക്കുക. അത് അവർക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. ട്രംപും നെതന്യാഹുവും യുദ്ധം തുടങ്ങിയത് ഇറാനിന് ന്യൂക്ലിയർ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ന്യൂക്ലിയർ കപ്പാസിറ്റി 60% എൻറിച്ച്മെന്റ് നടത്തി വെച്ചിരിക്കുന്നു എന്ന് ഇവർ വാദിച്ച ഒരേ ഒരു സ്ഥലമാണ് ഫോർദോ. ട്രംപ് പറയുന്നു ഫോർഡോ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യം എന്ത്? കാരണം ന്യൂക്ലിയർ കപ്പാസിറ്റി ഇറാന്റെ അവർ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തെന്നുള്ളത് തീർച്ചയായിട്ടും ഇറാൻ വാദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിറ്റാലിയേഷൻ നടത്തി ആയുധം താഴെ വെച്ചിട്ട് അവർക്ക് പറയാം ഞങ്ങൾക്ക് ഇനി യുദ്ധം താല്പര്യമില്ല, സംസാരിക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷനിലോട്ട് ഇറാൻ പോകുന്നതായിരിക്കും അവർക്ക് നല്ലത്. കാരണം അവരുടെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യുമ്പോഴും തിരിച്ച് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മിസൈൽ ലോഞ്ചേഴ്സ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റിപ്ലനിഷ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഒരു ലോങ് ടേം നേച്ചറിൽ ഇറാൻ ഇതേപോലെ കണ്ടിന്യൂസ്ലി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹായം ഉണ്ടെന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും തെളിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ടിപ്പിംഗ് പോയിന്റ്, ഈ 2 ദിവസത്തിൽ ഒരു നെഗോഷിയേഷനോ സീസ് ഫയറോ എത്തിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ്. പക്ഷേ ഇറാൻ ചെയ്യരുതാത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു അസറ്റിനെയോ മിഡിൽ ഈസ്റ്റിലുള്ള ട്രൂപ്സിനെയോ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധത്തിലോട്ട് പോകാം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇതുവരെ അമേരിക്കയുടെ 40,000-ഓളം വരുന്ന ട്രൂപ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറായിട്ടില്ല. ഇതിനുള്ള റിറ്റാലിയേഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ടെൽ-അവീവിലും ജെറുസലേമിലും ആണ്. പക്ഷേ ഇറാൻ ഈ വിധത്തിൽ, ഇറാൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതികാര മനോഭാവം എല്ലാ കാലത്തും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തിരിച്ചടി നൽകുക എന്നുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനേക്കാൾ ഉപരി അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കാര്യമായി കരുതുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്ക ആക്രമിക്കാതെ അങ്ങ് മാറി നിൽക്കും ഇപ്പോൾ ഈ വിധത്തിലുള്ള ഒരു അപ്രതീക്ഷിത ആക്രമണത്തെ ഭയന്നുകൊണ്ട് എന്ന് നമുക്ക് കരുതാനാകുമോ? ഇറാൻ ആക്രമിക്കാതെ നിൽക്കുമെന്നോ അതോ അമേരിക്ക ഫർദർ ആക്രമിക്കില്ലെന്നോ? അതായത് ഇറാൻ ഇനിയും അമേരിക്കയെ ആക്രമിക്കാതിരിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധ്യതയുണ്ടോ? ഡയറക്റ്റ് ആയിട്ടൊരു അറ്റാക്കിന് പോകത്തില്ല. ഇപ്പൊ പണ്ട് ഇറാന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എംബസി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ടെററിസ്റ്റ് അറ്റാക്ക് പ്രോക്സികൾ ത്രൂ വരുത്തുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റൈൽ പോലും ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മുമ്പത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇറാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിനെ സപ്പോർട്ടില്ല ഒരു വശത്ത്. 2, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ളയും ഹൂത്തികളും, ഹമാസിന്റെ കാര്യം നമുക്കറിയാം ഓൾമോസ്റ്റ് ഇല്ലാതായെന്ന് വേണം പറയാം. ഹെസ്ബുള്ള വളരെ വീക്കെൻഡായി. ഹൂത്തികൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഹൂത്തികളെ പേടിച്ച് അറബ് രാജ്യങ്ങൾ പോലും ഇറാന് കൂട്ടു നിൽക്കാത്ത സാഹചര്യം. അങ്ങനെയുള്ള സമയത്തൊരു ഫുൾ ഫ്ലെഡ്ജ് അറ്റാക്കിൽ അമേരിക്കയ്ക്കെതിരെ അവർ പോകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോഴും പീസ് ടോക്സിന് അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നത് അമേരിക്ക ആവശ്യമില്ലാതെ ഇതിന് പോകുന്നു, നിർത്ത് എന്ന് ട്രംപിന്റെ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെ പറയാനുള്ള റീസൺ
യാതൊരു എന്താ പറയുക ഒരു കാറ്റലിസ്റ്റ് ആയിട്ടൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇതുവരെ അമേരിക്കയ്ക്കെതിരെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. നാളെ ഇറാൻ അറ്റാക്ക് ചെയ്താൽ അമേരിക്കൻ ബേസിനെയോ അവരുടെ അസറ്റ്സിനെയോ ട്രൂപ്സിനെയോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിലുള്ള ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും എല്ലാവരും ഒന്നിക്കാൻ തന്നെയാണ് പോകുന്നത്. അത് ഇറാന് കൂടുതൽ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് അത് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഇറാന്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള അറ്റാക്സ് ഇസ്രായേലിന് പേരിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു സീസ് ഫയറിലേക്ക് എത്തുകയെന്ന് ആശിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി നിങ്ങൾ തീർക്കണമെന്ന് പറഞ്ഞു തീർത്തു. ഇനിയിപ്പോൾ എന്തിനാണ് യുദ്ധം, നമുക്ക് സംസാരിക്കാം, ടേംസിലെത്താം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഈ 2 ഓപ്ഷനാണ് ഇറാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പക്ഷേ ശ്രീ നിർമ്മൽ, ഇപ്പോൾ ഈ ന്യൂക്ലിയർ കപ്പാസിറ്റി അവർ അവിടെ നിന്ന് നേരത്തെ മാറ്റി എന്നുള്ളതാണല്ലോ ഇറാൻ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ ആക്രമണം നടത്തി അത് തകർത്തു എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികളെല്ലാം തന്നെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു, അത് മാറ്റിയിരുന്നു എന്നുള്ളതാണല്ലോ ഇറാൻ പറയുന്നത്. അപ്പോഴും അവിടെ ഒരു അനിശ്ചിതത്വം നിൽക്കുകയല്ലേ? പക്ഷെ മാറ്റാനുള്ള സാധ്യത കുറവാണ്. കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണ് ഫോർഡോ. 300 അടി താഴ്ചയിൽ വളരെയധികം സീക്രട്ട് ആയിട്ട്. കാരണം ഫോർഡോ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. 2000 ആണ്ടിലാണ് അവർ ഫോർഡോ പണിത് തുടങ്ങിയത്. 9 വർഷം എടുത്തു അമേരിക്കൻ ഇന്റലിജൻസിനും ഇസ്രായേലി ഇന്റലിജൻസിനും IAEAക്ക് പോലും കണ്ടുപിടിക്കാൻ. അങ്ങനെയുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ വേറൊരു സ്ഥലത്തോട്ട് വെച്ചാൽ അത് സെക്യൂർ അല്ല. മറ്റൊരു രാജ്യം ഇപ്പോൾ അത് ഏറ്റെടുക്കാനും തയ്യാറാകത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇന്റൻസിഫൈ ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ റഷ്യയിലോട്ടൊക്കെ നീക്കിയെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ റഷ്യ പോലും റിസ്കി ആയിട്ടൊരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അതിലും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം. അവർ മാറ്റിയെന്ന് അവകാശപ്പെടുന്ന ഒരുപക്ഷെ ഒരു വാർ ടാക്ടിക് ആയിരിക്കാം. അങ്ങനെ അവകാശപ്പെടുന്ന പോലും മണ്ടത്തരമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ അവകാശപ്പെടും തോറും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഫർദർ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ഇൻസെന്റീവ് അവർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ആത്മാഭിമാനത്തിന്റെ പേരിൽ പോലും അങ്ങനെ പറയുന്നത് തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇറാനുമായി മറ്റു രാജ്യങ്ങളൊന്നും തന്നെ നിരന്തരമായി ഈ വിധത്തിൽ സമ്പർക്കം ഈ ഘട്ടത്തിൽ പുലർത്തുന്നില്ല എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ക്രെമലിൻ്റെതായി വന്നിട്ടുള്ള മോസ്കോയുടേതായി വന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പ്രസ്താവനകളിൽ ഉൾപ്പെടെ ദിമിത്രി പെസസ്ക്യോവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യക്ക് ഇടപെടേണ്ടി വരും എന്നുള്ളതാണല്ലോ. അപ്പോൾ റഷ്യ ഇതിൽ കാലെടുത്ത് വെക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് അമേരിക്ക ഇടപെട്ടതിനാൽ തന്നെ ഒരു മൂന്നാം കക്ഷിയാണല്ലോ അമേരിക്ക. ഒരു നോർമൽ സർക്കംസ്റ്റൻസിലാണ് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫായിട്ട് റഷ്യ വീക്കെൻഡ് ആണ്. യുക്രൈൻ എന്ന് പറയുന്നത് അമേരിക്ക സഹായിക്കുന്ന രാജ്യമാണ്. ഇവിടെ എന്തെങ്കിലും രീതിയിൽ റഷ്യൻ ഇൻവോൾവ്മെന്റ് ഉണ്ടായി, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരെ റഷ്യൻ ഇൻവോൾവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. നേരിട്ടടിക്കാനുള്ള ഓപ്ഷനാണ് യുക്രൈൻ ത്രൂ മറ്റു മാർഗങ്ങളിലൂടെ ഫർദർ വീക്കൻ ചെയ്യാൻ പറ്റും, ഫർദർ സാങ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധിപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയില്ല. അവർ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട്. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ബലിസ്റ്റിക് മിസൈൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചയ്ക്ക് അപ്പുറം ഇതേപോലുള്ള വലിയ വലിയ അറ്റാക്കുകൾ ഇറാന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ലോഞ്ചേഴ്സ് ഇസ്രായേൽ നശിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും എന്നല്ലാതെ ഡയറക്ട്ലി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക